കോതമംഗലത്ത് 3 താലൂക്കുകൾക്കായി പട്ടയമേള സംഘടിപ്പിച്ചു. മന്ത്രി കെ രാജൻ ഓൺലൈൻ വഴി ഉദ്ഘാടനം നിർവഹിച്ചു. അർഹരായവർക്കെല്ലാം ഭൂമി ലഭ്യമാക്കുകയെന്നത് സർക്കാരിന്റെ പ്രഖ്യാപിത ലക്ഷ്യമാണെന്നും അത് യാഥാർത്ഥ്യമാക്കുമെന്നും മന്ത്രി പറഞ്ഞു. കോതമംഗലത്ത് നടന്ന പട്ടയമേളയിൽ 3 താലൂക്കുകളിലെ പട്ടയങ്ങളാണ് വിതരണം ചെയ്തത്. കോതമംഗലം, മൂവാറ്റുപുഴ, കുന്നത്തുനാട് എന്നിങ്ങനെയാണ് താലൂക്ക് തിരിച്ചുള്ള കണക്ക്. മന്ത്രി കെ രാജൻ ഓൺലൈൻ വഴി ഉദ്ഘാടനം നിർവഹിച്ചു. അർഹരായ എല്ലാവർക്കും പട്ടയം ലഭ്യമാക്കുക എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ സർക്കാരിന് കഴിയുമെന്ന് അദ്ദേഹം പറഞ്ഞു. 2 തവണയും പട്ടയ അസംബ്ലികൾ ചേർന്നപ്പോഴുണ്ടായ നിരവധികളായിട്ടുള്ള പ്രശ്നങ്ങൾ അതത് ജില്ലകളിൽ പരിഹരിക്കാനാകുമോ എന്നത് നോക്കി ജില്ലകളിൽ പരിഹരിക്കാനാകാത്ത പ്രശ്നമാണെങ്കിൽ അത് പട്ടയ ഡാഷ്ബോർഡിൽ ഉൾപ്പെടുത്തി സംസ്ഥാന തലസമിതി തന്നെ നേരിട്ട കാര്യം പരിശോധിച്ച് മറ്റേതെങ്കിലും വകുപ്പിന്റെ കയ്യിലുള്ള ഭൂമിയാണെങ്കിൽ വകുപ്പുകൾ തമ്മിലുള്ള പരസ്പര ആലോചന നടത്തി അതിവേഗം കൈവശക്കാരായ മനുഷ്യരെ ഭൂമിയുടെ ഉടമകളാക്കി മാറ്റുക എന്ന ശ്രദ്ധേയമായ പ്രവർത്തനവുമായി മുന്നോട്ട് പോകാൻ. ആന്റണി ജോൺ MLA അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ PV ശ്രീനിജൻ MLA മുഖ്യാതിഥിയായി പങ്കെടുത്തു. എനിക്ക് ഉദ്യോഗസ്ഥരോട് പറയാനുള്ളത്, എനിക്ക് ഒപ്പിടാനുള്ള അധികാരം ഉണ്ടായിരുന്നു. പണ്ടേ ഞാൻ എല്ലാ പട്ടയം കൊടുത്തത്. ഈ ഭൂമി ഞങ്ങൾക്ക് എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. അതിൽ തടസ്സങ്ങൾ നിൽക്കാതെ എങ്ങനെയാണ് ഒരു പട്ടയം കൊടുക്കാതിരിക്കുക എന്നുള്ളതല്ല നിങ്ങളുടെ ചുമതല. എങ്ങനെയാണ് ഒരു പട്ടയം കൊടുക്കുക എന്നുള്ള പുതുവഴികൾ നിങ്ങൾ കണ്ടെത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പെരിയാമാലയും സ്ഥലങ്ങളിൽ EK ശിവൻ, PAM ബഷീർ, സിന്ധു ഗണേശൻ, CK ഗോപാലകൃഷ്ണൻ, KK ഗോപി, KK ശിവൻ, ശാന്തമ്മ പയസ്, PT ബെന്നി, PK മൊയ്തു, NC ചെറിയാൻ, മനോജ് ഗോപി, ബേബി പൗലോസ്, വിനോദ് രാജ്, സുനിത ജേക്കബ്, സുനിൽ മാത്യു, VS മഞ്ജുഷ, ബോബി റോസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. RDO PN അനിൽ സ്വാഗതവും തഹസിൽദാർ M അനിൽകുമാർ കൃതജ്ഞതയും പറഞ്ഞു. GTV ന്യൂസ് കോതമംഗലം.